കർത്താവായ യേശുക്രിസ്തുവിന്റെ സമാധാനം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വീണ്ടും ഈ പ്രദേശത്ത് കടന്നു വരുവാൻ പിതാവായ ദൈവം ഞങ്ങളെ ഉത്ബോധിപ്പിക്കുന്നത് ഈ ദേശ നിവാസികളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ വിഷയം എന്താണ്? കർത്താവായ യേശുക്രിസ്തു വന്നു ഭൂമിയിൽ വന്ന് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിച്ചു. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകുവാനുള്ള സമയങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചിട്ട് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീർന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ യാഗമായി തീർന്ന കർത്താവായ യേശു മരിച്ചുയർത്തതിന് ശേഷം ലോകത്തോട് വിളിച്ചു പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബൈബിൾ വായിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കർത്താവിന്റെ ഒരു വരവ് ഉടനെ ഉണ്ടെന്ന്. യേശു കർത്താവിന്റെ വരവ് ഉണ്ടെന്നുള്ള സംഭവങ്ങളെല്ലാം ഇന്ന് ലോകത്തിന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? ലോകത്തിൽ അനേക സംഭവങ്ങൾ നടക്കുന്നു. യേശു കർത്താവ് പറഞ്ഞു, കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, ജാതി ജാതിയോട് എതിർക്കും, ഭൂകമ്പങ്ങളും മഹാമാരികളും ഉരുൾപൊട്ടലും എല്ലാം ഇന്നും നമ്മൾ കഴിഞ്ഞ കാലത്തൊന്നും കാണാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഇന്ന് ലോകത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 2000 വർഷങ്ങളായി കാലാവസ്ഥ വ്യതിയാനങ്ങളാണ്. ആർക്കും പറഞ്ഞു ഒപ്പിക്കുവാൻ പറ്റാത്ത രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ. ശാസ്ത്രജ്ഞന്മാരെല്ലാം മുട്ടുകുത്തുകയാണ്. കാര്യങ്ങൾ ആരുടെയും പിടിയിൽ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യപാനാസക്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങൾ തകർന്ന് അടിഞ്ഞു മാറുന്നു. എങ്ങും ഒരു